Hi, I'm Thesnim Azeez in the recipe. Kondattam ചോറ് നമുക്ക് ചോറ് ഇപ്പോൾ തലേദിവസത്തെ ചോറൊക്കെ ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കപ്പ് നിറയെ ചോറ്, പച്ചരി കൊണ്ടുണ്ടാക്കിയ ചോറായാലും കുഴപ്പമില്ല, പൊന്നിരി ആയാലും കുഴപ്പമില്ല, ഏത് നിങ്ങൾ റൈസ് ഏതാണോ ചോറിന് എടുക്കുന്നത് അത് ഒരു കപ്പ്. ഇത് മട്ട റൈസാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. 1/4 ടീസ്പൂൺ കായം പൗഡർ, നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന കായം. ഒരു പച്ചമുളക് നമുക്ക് മുറിച്ചിടാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, ഇനി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അതൊന്നും ഇതിലങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. റെസിപ്പി മോശമാവാൻ ഒന്നുമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അരയ്ക്കാം. കഴിഞ്ഞ ദിവസം ആരും എൻ്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു ഏതാണ് മിക്സി യൂസ് ചെയ്യണമെന്ന്. എൻ്റെ ഇത് പാനസോണിക് ആണ്. ഇത് പാനസോണിക്കിൻ്റെ പുതിയ വേർഷനാണ് തോന്നുന്നത്. വെന്ത ചോറായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. നല്ല സ്മൂത്തായിട്ട് അരഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് എള്ള് ചേർക്കാം. ഇനി എള്ളും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റിയാണ്. അതേപോലെ ഒരു 1 പിഞ്ച് ചെറിയ ജീരകം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതും നിർബന്ധമുള്ളതല്ല. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയുമ്പോൾ. നമ്മൾ മുറുക്കിനൊക്കെ എടുക്കുന്ന അതേ ചില്ലാണ് കേട്ടോ. ട്രേ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് പിഴിയുന്നതാണ് നല്ലത്. ഞാനൊരു ക്ലിങ് ഫിലിം വെച്ചിട്ടുണ്ട് ഒരു ട്രേയിൽ. ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ താഴേക്ക് വരും കേട്ടോ. മുറുക്കിന് പിഴിയുന്ന പോലെ പിഴിയുന്നതിൻ്റെ മുമ്പേ ഇത് വരും കേട്ടോ. കുറച്ച് ലൂസ് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. കണ്ടോ വരുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നീളത്തിലാക്കിയാൽ മതി. ഇതൊക്കെ മുറുക്കിൻ്റെ പോലെ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതെന്തായാലും ഉണങ്ങി കഴിയുമ്പോഴേ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടോ. നിറയെ നമുക്ക് എന്താക്കിയോ. കാരണം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് പോകുമ്പോഴേക്ക്, ഉണങ്ങിയിട്ട് വാട്ടർ കണ്ടൻറ്റ് പോകുമ്പോഴേക്ക് ഇത് ഇഷ്ടം പോലെ സ്ഥലം അങ്ങനെ ഗ്യാപ്പിലെല്ലാം നിറയെ. വലിയ ഗ്യാപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഉണങ്ങി കഴിയുമ്പോഴേക്ക് അതുകൊണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം എന്നില്ല കേട്ടോ. കാരണം ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പീസസ് ആയിട്ടാണ് നമുക്കിത് ആവശ്യമുള്ളത്. ഇത് നമുക്കിനി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. 3 ദിവസം നല്ല വെയിൽ കൊള്ളണേ. നല്ല വെയിൽ വേണം. എന്താ നമ്മുടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. 3 ദിവസം വെയിൽ കൊണ്ടപ്പോഴേക്ക് നന്നായിട്ട് ഉണങ്ങി കേട്ടോ. നമുക്കിതിനി പൊരിച്ചെടുക്കാം. ഇതിങ്ങനെ സൂക്ഷിക്കാം കേട്ടോ. എത്ര കാലം വേണമെങ്കിലും കേടുവരാതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വലിയ പീസായിട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് പൊരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമാവും. എണ്ണ ചൂടേണ്ട അതിലേക്ക് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അത് നമുക്ക് പൊരിച്ചിട്ട് വേണമെങ്കിലും എടുത്തു വയ്ക്കാം, അല്ലെങ്കിൽ അല്ലാതെ വേണമെങ്കിലും നമുക്ക് എടുത്തു വയ്ക്കാം. ചായയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഈവനിങ് സ്നാക്കായിട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ആവും. നമുക്ക് വേഗം കോരിയെടുക്കാം. കുറേ നാളത്തേക്ക് എടുത്ത് വയ്ക്കാനാണെങ്കിൽ ഒരു 3 ദിവസം നല്ല വെയിൽ കൊണ്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് നമുക്ക് ബോട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റും. എത്ര കാലം വേണമെങ്കിലും കേടുവരില്ല. നല്ല റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.